നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഈ ആഴ്ച എന്ന ജ്യോതിഷ പദ്ധതിയാകുന്നു. നിങ്ങളുടെ ഈ ആഴ്ചയിൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് 1200 വൃശ്ചിക മാസം 11-ാം തീയതി മുതൽ 17-ാം തീയതി വരെയുള്ള ചൊവ്വാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയുള്ള ദിനങ്ങളിലെ ശുഭാശുഭ ഫലങ്ങളാണ്. അതായത് 2024 നവംബർ 26 മുതൽ ഡിസംബർ 2-ാം തീയതി വരെയുള്ള ഒരാഴ്ച കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുന്നു. ഇവിടെ ഈ ആഴ്ചയിലെ ഒരു പ്രധാനപ്പെട്ട വിഷയം അമാവാസി അഥവാ കറുത്ത വാവ് വരുന്നത് ഡിസംബർ 1-ാം തീയതിയാകുന്നു. അതിനാൽ പിതൃതർപ്പണം ചെയ്യുന്നവർക്ക് നവംബർ 30-ാം തീയതി ശനിയാഴ്ച കാലത്ത് 10:45 മുതൽ അമാവാസിയാകുന്നു. അതിനാൽ അന്നേ ദിവസം അമാവാസി ഒരിക്കൽ ഒക്കെ ആചരിച്ചുകൊണ്ട് പിറ്റേന്നാൾ ഡിസംബർ 1-ാം തീയതി അതായത് വൃശ്ചിക മാസം 16-ാം തീയതി നമുക്ക് പിതൃക്കളുടെ ബലികർമ്മങ്ങൾ ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായ ദിനമാകുന്നു. ഗുരുവായൂർ ഏകാദശി വൃശ്ചിക മാസത്തിൽ വരുന്നുണ്ട്. വളരെ സവിസ്തരം ഏകാദശിയെക്കുറിച്ചുള്ള ഐതിഹ്യവും ചരിത്രവുമെല്ലാം തന്നെ ഡോക്ടർ മഹാരാജ് നിങ്ങളുമായി വീഡിയോയിൽ സംവേദിക്കുന്നതാണ്. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് തുലാം രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഇവിടെ തുലാം രാശി എന്നാൽ ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2.25 നക്ഷത്ര കൂട്ടമാകുന്നു തുലാം രാശി. ഇന്ന് തുലാം രാശിയിൽ വിശേഷിച്ച് ഗ്രഹങ്ങളില്ല. 2-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, 3-ാം ഭാവത്തിൽ ശുക്രൻ, 5-ാം ഭാവത്തിൽ ശനി, 6-ാം ഭാവത്തിൽ രാഹു, അഷ്ടമത്തിൽ വ്യാഴം, 10-ാം ഭാവത്തിൽ ചൊവ്വ നീചസ്ഥനായി കർക്കിടകത്തിൽ, 12-ാം ഭാവത്തിൽ ചന്ദ്രനും കേതുവും. ഇവിടെ ഇന്നത്തെ ഈ രാശിയിൽ തുലാം രാശിക്കാർക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം കർമ്മസ്ഥാനത്തുള്ള ചൊവ്വയും കർമാധിപൻ ജോലിയെ ചിന്തിക്കേണ്ടുന്ന ചന്ദ്രൻ ദുർബലനായി 12-ൽ നിൽക്കുന്നു എന്ന പ്രത്യേകതയാണ്. കർമ്മമേഖലയിൽ തടസ്സങ്ങളുണ്ടാവുക, അങ്ങേയറ്റം ശത്രുദോഷങ്ങളുണ്ടാവുക, നേത്രസംബന്ധമായ ബുദ്ധിമുട്ടുകൾ വരിക, പിതാവിനെയും മാതാവിനെയും ചിന്തിച്ചിട്ട് ക്ലേശങ്ങൾ അനുഭവിക്കുക, ഭാര്യയോട് താല്പര്യം, പ്രിയത്വം, ഇഷ്ടം കുറയുക, ഈ കാര്യങ്ങളൊക്കെ തന്നെ തുലാം രാശിക്കാർക്ക് ഈ ഒരു വാരം അനുഭവിക്കേണ്ടതായി കാണുന്നു. ശശി ദ്വാദശേ ശത്രു നേത്രാദി ചിന്ത വിചിന്യ സദാ സദ്വയെ മംഗലാനി പിതൃവ്യാധി മാത്രാദിന അന്തർവിഷാദ ന ചാപ്നോതികാമം പ്രിയ അല്പപ്രിയത്വം. കർമ്മമേഖലയിൽ എല്ലാ കാര്യങ്ങളും താൻ ആഗ്രഹിച്ചാൽ തന്നെ ആ ആഗ്രഹത്തിൻ്റെ പൂർണ്ണത വരാതിരിക്കുന്ന വാരമാകുന്നു. അതിനാൽ കർമ്മമേഖലയിൽ ധാരാളം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ശത്രുദോഷങ്ങളും അനുഭവിക്കേണ്ടുന്ന വാരമാകുന്നു. 10-ാം ഭാവത്തിൽ ചൊവ്വ പ്രത്യേകിച്ച് നിൽക്കുമ്പോൾ അതൊരു അധികാരം, ആജ്ഞാശക്തി ലഭിക്കും. പക്ഷെ അവിടെയും ചൊവ്വ നീചസ്ഥനാണ്. ദാമ്പത്യ സുഖം വളരെയധികം കുറയുന്നതാണ്. അതിനെ അടിവരയിട്ട് പറയുന്നു പ്രിയ അല്പപ്രിയത്വം. തൻ്റെ ഭാര്യയോട് പ്രിയത്വം വളരെ കുറയുമെന്ന ചമത്കാര ചിന്താമണിക്കാരൻ്റെ ആ ശാസ്ത്രീയമായ അപഗ്രഥനം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇവിടെ ജാതകത്തിൽ 3-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു. അതും രതി സ്ത്രീജനെ തസ്യനോ ബന്ധുനാശോ ഗുരു യസ്യ ദുശ്ചിൽഗോ ദാനവാനാം ന പൂർണ്ണോ ഭവേൽ പുത്രസൗഖ്യവി സേനാപതി കാതരോ ദാനസംഗ്രാമകാലേ. യുദ്ധം ചെയ്യുമ്പോഴും ദാനം ചെയ്യുമ്പോഴും കൈകൾ വിറക്കുമെന്നാണ് പറയുന്നത്. ധൈര്യം കുറയുക, അല്ലെങ്കിൽ ദാനം ചെയ്യുമ്പോൾ അറിഞ്ഞ് ദാനം ചെയ്യുന്നതിന് പകരം ആ സമയത്തുണ്ടാകുന്ന ചില പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക, ദാനം ചെയ്യാൻ താല്പര്യമില്ലാത്തൊരവസ്ഥ വരിക, ഇതൊക്കെ സംഭവിക്കുന്ന വാരമാകുന്നു. അഷ്ടമത്തിലെ വ്യാഴമാണെങ്കിൽ അനാഥാലയം, മന്ദിരം, ക്ഷേത്രം മുതലായവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾക്കോ അനുകൂലമായ ഒരു സമയമാകുന്നു. ഇവിടെ 2-ാം ഭാവത്തിൽ സൂര്യനും ബുധനും പ്രയാണം വളരെ നല്ലതാണ്. വാഹനസുഖം ലഭിക്കുക, ധനപരമായ ഭാഗ്യം വരും. 2-ാം ഭാവത്തിലെ സൂര്യൻ ധനേയസ്യ ഭാനുർ സ ഭാഗ്യാധികസ്യ ചതുഷ്പാസുഖം സദ്വയെ സ്വം ചെയ്യാതി. നല്ല കാര്യങ്ങൾക്ക് ധനം ചെലവാക്കുമെന്നാണ്. അതിനാലാണ് ഞാൻ സൂചിപ്പിച്ചത് അനാഥാലയം, മന്ദിരം, ക്ഷേത്രം ഇതുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സഹകരിക്കണം. ദാനം ചെയ്യുമ്പോൾ കൈവിറക്കുമെന്ന് പറഞ്ഞു. അതിനാൽ ആവുന്ന ദാനമോ ഓഫറുകളോ മാത്രം കൊടുക്കുക. തൽക്കാലം ആളാകാൻ വേണ്ടി. കാരണം തുലാം രാശിയുടെ ഒരു പ്രത്യേകതയാണ്, എല്ലാവർക്കും ഉപകാരം ചെയ്യും, അവസാനം ഉപദ്രവം ഏറ്റുവാങ്ങും, അല്ലെങ്കിൽ പരിഹാസ കഥാപാത്രമാകും. അതിനാൽ
ആവുന്ന ചാരിറ്റി മാത്രം ചെയ്യണം തുലാം രാശിക്കാർ ഈ ഒരു വാരം. അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ പിന്നീട് തനിക്ക് പേരുദോഷമോ അല്ലെങ്കിൽ താൻ സ്വയം മാനസികമായ സമ്മർദ്ദങ്ങൾക്കോ ക്ലേശങ്ങളോ അനുഭവിക്കുന്നൊരവസ്ഥ സംജാതമാകുന്നതാണ്. ഇവിടെ രണ്ടാം ഭാവത്തിലെ ബുധനും ധനപരമായ വിഷയത്തിൽ വളരെ അനുകൂലമായ ഒരു സമയം കാണുന്നു. ചില ഇൻവെസ്റ്റ്മെൻറ്റ്സിനൊക്കെ വളരെ നല്ലതാണ്. കാരണം ഊർധ്വമുഖ രാശിയാണ്. തുലാം രാശിയുടെ രണ്ടാം ഭാവത്തിൽ സൂര്യൻ വരുമ്പോൾ ഭൂരിദ്രവ്യോ നൃപഹൃതധനി വക്രരോഗി ദ്വിതീയേ. ഭൂരിദ്രവ്യ സാമ്പത്തികമായി വളരെയധികം ഗുണങ്ങളുണ്ടാകും. നൃപഹൃതധനി തൻ്റെ ധനം രാജാവ് അപഹരിക്കുമെന്നാണ്. അതിനാൽ പലപ്പോഴും ടാക്സ് അല്ലെങ്കിൽ GST പോലെയുള്ള കുടുക്കുകളിൽ ചെന്ന് പെടാതെ തുലാം രാശിക്കാർ തങ്ങളെ സംരക്ഷിക്കേണ്ട വാരമാകുന്നു. രണ്ടിലെ ബുധനും ഊഹക്കച്ചവടം അല്ലെങ്കിൽ നമ്മുടെ ഈ ഷെയർസുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലൊക്കെ തന്നെ ചില ഇൻവെസ്റ്റ്മെൻറ്റ്സൊക്കെ നടത്തി സാമ്പത്തികമായ ഒരു അഭിവൃദ്ധിയുടെ കാലമാകുന്നു ഈ ഒരു വാരക്കാലം. നിപുണയോഗം ചെയ്താണ് അവിടെ ബുധനും സൂര്യനും കൂടെ നിൽക്കുന്നത്. അതിനാൽ കാര്യങ്ങൾക്ക് ബുധേന നിപുണം ധീ കീർത്തി സൗഖ്യാനിതം. ബുദ്ധിയും കീർത്തിയും അതിലൂടെ സുഖവും അനുഭവിക്കും തുലാം രാശിക്കാർ. ഇവിടെ ദോഷപരിഹാരമായി കർമ്മമേഖലയിലുള്ള തടസ്സങ്ങൾക്ക് പരിഹാരമായി കർമ്മമുട്ടി ചെയ്യണം. അതേ രീതിയിൽ ശത്രുമുട്ടും ചെയ്യുക. അഷ്ടമവ്യാഴം പല ദൈവികമായ കാര്യങ്ങൾക്കും നമ്മെ വളരെയധികം സഹായിക്കും. സ്വന്തം വീട്ടിൽ നിൽക്കാനുള്ള താല്പര്യം കുറയുക, ഒരു ഗൃഹത്തിൽ തന്നെ സ്ഥിരമായി ഉറച്ചു നിൽക്കാത്ത അവസ്ഥ വരിക, ഇതൊക്കെ എട്ടിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദൗർബല്യത്തെ സൂചിപ്പിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സഹായികൾ അല്ലെങ്കിൽ സഹോദരങ്ങൾ തനിക്ക് അത്രത്തോളം ഉപകാരപ്രദമാകുന്ന വാരമല്ല. അതിനാൽ സം ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, അഭിപ്രായ വ്യത്യാസങ്ങൾ തങ്ങളുടെ സഹോദരങ്ങളുമായി വരുന്ന വാരമാണ്. ശ്രദ്ധിക്കുക. താൻ ശ്രദ്ധിച്ചാൽ തനിക്ക് സുഖമായി മുന്നോട്ട് പോകാവുന്ന ഒരു സമയമാണ്. മറ്റുള്ളവരുടെ വിഷയത്തിലൊന്നും ഇടപെടാതിരിക്കുക. തനിക്ക് സാമ്പത്തികമായ സ്രോതസ്സ് ഈ ഒരു വാരം തുലാം രാശിക്കാർക്കുണ്ട്. അത് ശ്രദ്ധിച്ച് നീങ്ങുക. വളരെ അനുകൂലമായി വരുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട തുലാം രാശിക്കാർക്കും ഒരു ശോഭനമായ വാരത്തെ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് വൃശ്ചികം രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. വൃശ്ചികം രാശി എന്നാൽ വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രം വരുന്ന 2.25 നക്ഷത്ര സമൂഹമാകുന്നു. ഇന്ന് വൃശ്ചികം രാശിക്കാർക്ക് ഇന്ന് രാശിയിൽ സൂര്യനും ബുധനും, 2ാം ഭാവത്തിൽ ശുക്രൻ, 4ാം ഭാവത്തിൽ ശനി, 5ൽ രാഹു, 7ാം ഭാവത്തിൽ വ്യാഴം, 9ാം ഭാവത്തിൽ ചൊവ്വ, 11ാം ഭാവത്തിൽ ചന്ദ്രനും കേതുവും കൂടെ നിൽക്കുന്നു. ഇവിടെ ചന്ദ്രൻ, ഭാഗ്യാധിപനായ ചന്ദ്രൻ വൃശ്ചികം രാശിക്കാർക്ക് നല്ല സ്ഥാനത്താണ്. വ്രജേത് ഭൂമിപാത് ഇന്ദുന ലാഭകേന പ്രതിഷ്ഠ അധികാര അമ്പരാണി ക്രമേണ. 11ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുമ്പോൾ പ്രതിഷ്ഠ തനിക്ക് ഒരു സ്ഥിരമായ അവസ്ഥയെ സംജാതമാക്കുന്നു. അധികാരങ്ങളും വസ്ത്രങ്ങളും അംഗീകാരങ്ങളും ലഭിക്കുന്നു. ശ്രിയോദ സ്ത്രീയോന്തപുരെ വിശ്രമസ്ഥ. അന്തപുരത്തിൽ സ്ത്രീകൾ വിശ്രമിക്കുമെന്നാണ്. അതിനാൽ വിവാഹ വിഷയങ്ങൾക്കൊക്കെ വളരെ തീരുമാനങ്ങൾ ഉണ്ടാകാം. അതേ രീതിയിൽ ഭാര്യ ഗർഭിണിയാകാനുള്ള വളരെ അനുകൂലമായ സമയമാകുന്നു. വൃദ്ധ ദമ്പതികൾക്ക് തങ്ങളുടെ മക്കൾക്ക് സന്താനങ്ങൾ ഉണ്ടാകാനുള്ള ഒരു അനുഭവവും വരുന്ന വാരമാകുന്നു. ക്രിയാവൈകൃതി കന്യക വസ്തുലാഭ. പലപ്പോഴും മക്കളുടെ ചില പ്രവർത്തനങ്ങൾ, വികൃതികൾ, മാനസികമായ അസ്വസ്ഥതകൾ ഉണ്ടാക്കാം. അതും ഈ 11ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ്. ഭാര്യ ഗർഭിണിയാണെങ്കിൽ അല്ലെങ്കിൽ കാരിങ് ആണെങ്കിൽ സർപ്പക്ഷേത്രത്തിൽ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർ, വൃശ്ചികം രാശിക്കാർ ഭാര്യയുടെ പേരിൽ സർപ്പബലി ചെയ്യുന്നത് വളരെ അനുകൂലമായിരിക്കും. വിവാഹ തീരുമാനങ്ങൾ എന്തായാലും അനുകൂലമായി സംഭവിക്കുന്ന വാരമാകുന്നു. കാരണം വിവാഹ സ്ഥാനത്ത് ശക്തമായി വ്യാഴം വക്രിയായി നിൽക്കുന്നുണ്ട്. അത് വിവാഹ തീരുമാനങ്ങൾക്ക് വളരെയധികം അനുകൂല സ്ഥിതി ഉണ്ടാക്കും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, പലർക്കും പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് കയറാവുന്ന വാരമാകുന്നു. 2ാം ഭാവത്തിൽ ശുക്രനാണ്. സുവാക്യ, നല്ല വാക്ക് സംസാരിക്കുമെന്നാണ്. നല്ല വാക്കിലൂടെ തനിക്ക് ആരെയും വശീകരിക്കുവാനുള്ള ഒരു കരുത്ത് 2ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഗുണേഹി പൂജ്യ സസ്വഹ തുരകസഹിതേ ദാനവഗുരു. ദാനവഗുരു ധനുരാശിയിൽ നിൽക്കുകയാണെങ്കിൽ ഗുണേഹി പൂജ്യ, തൻ്റെ ഗുണങ്ങളാൽ താൻ പൂജിക്കപ്പെടും. സസ്വഹ, തനിക്ക് ധനപരമായ അഭിവൃദ്ധി ഉണ്ടാകും. ഈ ധനപരമായ അഭിവൃദ്ധി എന്താണ്? പ്രഭാഷകർക്കാകാം, പ്രചാരകർക്കാകാം. അതേ രീതിയിൽ നന്നായി സംസാരിക്കുന്ന വാഗ്മികൾക്ക് തങ്ങളുടെ ആ വാഗ്മിത്വം ജനങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ പബ്ലിക്കായി അവതരിപ്പിച്ച് അതിലൂടെ പ്രശസ്തി, പേരും
ധനവും ലഭിക്കുവാനുള്ള അനുകൂലമായ സമയമാകുന്നു. വിദേശത്ത് പോകുവാനും വളരെ നല്ലൊരു സമയമാണ്. 9ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് പലപ്പോഴും ചില തീരുമാനങ്ങളിലൊക്കെ തൻ്റെ ദുർവാശി കാരണം അതിലൂടെ തനിക്ക് ധനനഷ്ടം അല്ലെങ്കിൽ മാനഹാനി, പേരുദോഷം വരുന്ന സമയമാകുന്നു. കാരണം 9ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ ധർമ്മേ അഘവാൻ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. അഘം എന്ന് വെച്ചാൽ പാപരതിയാണ്. വിട്ടുവീഴ്ചയില്ലാത്ത ചില മനോഭാവങ്ങളിലൂടെ, വാശിയിലൂടെ ആ തൻ്റെ പ്രാമാണിത്വം മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ വൃശ്ചികൻ രാശിക്കാർ ഈ വാരം ശ്രമിക്കും. അതിനാൽ വളരെ ശ്രദ്ധിക്കുക. ഇവിടെ ലഗ്നത്തിലെ സൂര്യനും ബുധനും വൃശ്ചികൻ രാശിക്കാർക്ക് നല്ലൊരു നിപുണയോഗം ചെയ്തു കൊടുത്തു. ഇവിടെ വൃശ്ചികൻ രാശിയിലെ ബുധൻ എല്ലാ ക്ലേശങ്ങൾക്കും പരിഹാരം കാണും. ബുധോ മൂർത്തികോ മാർജ്യേത് അന്യരിഷ്ട, മറ്റുള്ളവരെ അരിഷ്ടതകളെ മാറ്റാം. തനിക്ക് നല്ലൊരു കൺസൾട്ടൻ്റ് ആകാം, ഉപദേശിയാകാം. കൺസൾട്ടൻസിലൂടെ തനിക്ക് ധാരാളം സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാം. അതിലൂടെ യാത്ര ചെയ്യാം. ധാരാളം ഗുണങ്ങൾ ചെയ്യുന്നു. അവിടെ കർമാധിപനായ സൂര്യൻ ബുധനോടുകൂടി നിപുണയോഗം ചെയ്ത് നിൽക്കുന്നു. നല്ലൊരു യോഗമാകുന്നു നിപുണയോഗം. ബുധേന നിപുണം ധീകീർത്തി സൗഖ്യാനിതം, ബുദ്ധിയും കീർത്തിയും സുഖവും പ്രദാനം ചെയ്യും. സൂര്യനും ബുധനും കൂടെ നിപുണയോഗം ചെയ്യുമ്പോൾ അവിടെ മാനവശ്രേഷ്ഠ യോഗവുമുണ്ട്. അതിനാൽ ഈ ഒരു വാരക്കാലം സാമ്പത്തികമായ വിഷയത്തിലായാലും വൈവാഹിക വിഷയത്തിലായാലും കർമ്മമേഖലയിലും വൃശ്ചികം രാശിക്കാർക്ക് വളരെ അനുകൂലമായ സമയമാണ്. ഭൂമി വാങ്ങാം. ഭൂമിയുമായി ബന്ധപ്പെടുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ വൃശ്ചികൻ രാശിക്കാർക്ക് ഈ ഒരു വാരത്തിൽ ചെയ്യാവുന്നതാണ്. നല്ല ഭൂമിയുടെ അനുഭവം ഉണ്ടാകാം. പൂർവികമായ സ്വത്ത് ലഭിക്കുവാനുള്ള അനുഭവം ഉണ്ടാകാം. കർമ്മമേഖലയിൽ പേരും പ്രശസ്തിയും ഉണ്ടാകും. അങ്ങനെ ധാരാളം ഗുണഗണങ്ങൾ ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് ഈ ഒരു വാരത്തിലുണ്ട്. ഞാൻ സൂചിപ്പിച്ചു, ഗർഭിണികൾ ശ്രദ്ധിച്ചാൽ മതി. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, കടുംപായസം ഒക്കെ ചെയ്യുന്നത് രാശ്യധിപനായ ചൊവ്വയുടെ ആ താൽക്കാലികമായ നീചസ്ഥിതിക്ക് ഒരു പരിഹാരമാണ്. വീണ്ടും ചൊവ്വ ഇനി വക്രിയായി 8ാം ഭാവത്തിലേക്ക് ദുർബലമായി പോവുകയാണ്. അതിനു മുമ്പ് തനിക്ക് വേണ്ട ഭൂമിയോ അധികാരങ്ങളോ ഇതൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുവാനും ഗുണഭോക്താവ് ആകുവാനും വൃശ്ചികൻ രാശിക്കാർക്ക് അനുകൂലമായ സമയമാണ് സംജാതമായിരിക്കുന്നത്. ശ്രദ്ധിച്ച് ഓരോ കരുക്കളും നീക്കുക. നന്ദി, നമസ്കാരം. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ധനുരാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു. ഇവിടെ ധനുരാശിയിൽ നിന്ന് രാശിയിൽ ശുക്രൻ, 3ാം ഭാവത്തിൽ ശനി, 4-ൽ രാഹു, 6-ൽ വ്യാഴം, അഷ്ടമത്തിൽ ചൊവ്വ, 10ാം ഭാവത്തിൽ ചന്ദ്രൻ കേതുവോടുകൂടെ, 12ാം ഭാവത്തിൽ സൂര്യനും ബുധനും. സ്വതവേ ധനുരാശിക്കാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ഒരു ഫലമാകുന്നു പിതൃധനി, അച്ഛൻ്റെ ധനം ലഭിക്കുമെന്നാണ്. അതിനാൽ പലപ്പോഴും ധനുരാശിക്കാർക്ക് പാരമ്പര്യ സ്വത്തുകൾ ലഭിക്കുന്നത് പലപ്പോഴും ജാതകാൽ നാം കാണാറുണ്ട്. ഇവിടെ ദൗർഭാഗ്യവശാൽ ഭാഗ്യാധിപനായ ഗ്രഹം സൂര്യൻ 12ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അതിനാൽ പൂർവികമായ സ്വത്ത് തനിക്ക് നഷ്ടപ്പെടേണ്ടുന്ന ഒരു വാരമാകുന്നു. അതിൽ രേഖാപതിയായ ബുധൻ 12 നിൽക്കുമ്പോൾ ചില പൈതൃകമായ സ്വത്ത് രേഖ കാരണം നഷ്ടപ്പെടുക, അല്ലെങ്കിൽ രേഖയിൽ ചതിവ് നടത്തി, വഞ്ചന നടത്തി മറ്റുള്ളവർ അത് തട്ടിപ്പറിക്കുക, ഇങ്ങനെയുള്ള ഒരു സമയമാണ് സംജാതമാകുന്നത്. അതിനാൽ രേഖാപരമായ വിഷയങ്ങൾ വളരെയധികം ജാഗ്രത പുലർത്തണം ധനുരാശിക്കാർ. ഇവിടെ പ്രധാനപ്പെട്ട് ധർമ്മദൈവ പ്രീതി ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. കാരണം 9ാം ഭാവാധിപനായ ഗ്രഹം 12ാം ഭാവത്തിൽ നിൽക്കുന്നു. പൂർവോപാസിത ദേവകോപം അശുഭം, പൂർവികമായി പ്രാർത്ഥിച്ചു വെച്ചിരുന്ന ദേവതകളുടെ അശുഭം, ശുഭത്വമില്ലായ്മ ബാധിക്കുന്ന വാരമാകുന്നു. ദൗഷ്കൃത്യം സ്വഗുരോഹോ പിതുശ്ച നിധനം, ദുഷ്കൃതികൾ സൽക്കർമ്മമല്ല, മോശപ്പെട്ട കർമ്മങ്ങളിലേക്ക് വ്യാപരിക്കുക. സ്വഗുരോഹത്തിൻ്റെ ഗുരുവിന് നാശമുണ്ടാവുക, പിതാവിന് അപകടമോ നാശമോ ഉണ്ടാകുക, പിതാവ് ശത്രുവായി മാറുക, ഇതൊക്കെ സംഭവിക്കും ധനുരാശിക്കാർക്ക്. അതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടെ രോഗിയായ പിതാവുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ മൃത്യുഞ്ജയ ഹോമം ചെയ്യുക. നമ്മുടെ പേരിൽ കൂളമാല, ജലധാര, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി പരിഹാരമായി ചെയ്യുക. രേഖാപരമായ ദോഷങ്ങൾക്ക് പരിഹാരമായി നരസിംഹക്ഷേത്രത്തിൽ പാനകം, തുളസിമാല, ഭാഗ്യസൂക്താർച്ചന പരിഹാരമായി ചെയ്യുക. ഊഹക്കച്ചവടങ്ങൾക്ക് അത്ര അനുകൂലമായ സമയമല്ല. ലോട്ടറി ടിക്കറ്റ് എടുത്ത് ധനനഷ്ടം വരാതെ നോക്കണം ഈ ഒരു വാരം. ബുധൻ ധനുവിൽ വന്നാൽ നിങ്ങൾക്ക് കർമ്മമേഖലയിൽ ഗാംബ്ലിംഗ്, ലോട്ടറിയുമായിട്ട് ബന്ധപ്പെടുന്ന വ്യാപാരങ്ങളോ ബിസിനസ്സുകളോ ചെയ്ത് കാശുണ്ടാക്കാൻ വളരെ അനുകൂലമാണ്. ഇന്ന് ലഗ്നത്തിലെ ശുക്രൻ ധനുരാശിയിൽ നിൽക്കുന്നു. പലപ്പോഴും ആഡംബരത്തിന് പ്രാമുഖ്യം കൊടുക്കുന്നു.
ഇല്ലാത്ത മോടി കാണിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ തൻ്റെ ഒരു പ്രാമാണിത്വം ചമയുവാനുള്ള ഒരു ചിന്ത വളരെയധികം ധനുരാശിക്കാർക്ക് വരുന്ന വാരമാണ്. സ്മരനിപുണ സുഖി എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. കാമകലകളിൽ നൈപുണ്യം കാണിക്കുക. അതിനാൽ ധാരാളം ഗേൾ ഫ്രണ്ട്സ്, പെൺ സുഹൃത്തുക്കൾ ധനുരാശിക്കാർക്ക് വരും. അവിടെ ഭാര്യയ്ക്ക് പ്രാധാന്യമില്ല. വിവാഹം, ഭാര്യയെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹം 12ാം ഭാവത്തിൽ ദുർബലമായി നിൽക്കുന്നു. ദാമ്പത്യത്തിനപ്പുറത്തുള്ള സൗഹൃദങ്ങൾ, ആ സൗഹൃദങ്ങൾ ശ്രദ്ധിക്കണം. കാരണം 8ൽ ചൊവ്വയാണ്. താൻ സൽക്കരിച്ച സുഹൃത്ത് പോലും തനിക്ക് ശത്രുവായി വരും. അതിനാൽ പേരുദോഷം വരാതെ ശ്രദ്ധിക്കുക. സഖാകിന്ന ശത്രുയതേ സൽകൃതോപി, 8ൽ ചൊവ്വ വന്നാൽ സൽക്കരിച്ച സുഹൃത്ത് തനിക്ക് ശത്രുവാകും. പ്രയജ്ഞേകതേ ഭൂയേതേച്ച ഉപസർഗേഹി, എത്ര യത്നിച്ചാലും വളരെയധികം തടസ്സങ്ങൾ ഓരോ വിഷയത്തിലും വരുമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ചമത്കാര ചിന്താമണി ആചാര്യൻ. അതിനാൽ ഈ ഒരു വാരം ദോഷങ്ങൾക്ക് പരിഹാരമായി നിർബന്ധമായും ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, കടുംപായസം ചെയ്യണം. നിങ്ങളുടെ മക്കളുടെ പേരിലും ചെയ്യണം. കാരണം സന്താനപതി 5ാം ഭാവം സന്താനങ്ങളെ ചിന്തിക്കുന്ന ചൊവ്വയാകുന്നു നീചസ്ഥനായി നിൽക്കുന്നത്. സ്വൽപാത്മജോ നിധനകെ വികലേക്ഷണ, നേത്രസംബന്ധമായ വൈകല്യങ്ങൾ ഉണ്ടാകാം. സ്വൽപാത്മജ, സന്താനത്തിന് ശ്രേയസ്സല്ല അശ്രേയസ്സാണ് ഉണ്ടാവുക. ആപത്തുകൾ ഉണ്ടാകുന്നു. അതിനാൽ ഗർഭിണികൾക്ക് എബോർഷൻ വരുന്ന വാരമാകുന്നു. ഉള്ള സന്താനങ്ങളെ സംരക്ഷിക്കേണ്ട വാരമാകുന്നു. വീട്ടിൽ നിന്നും മാറി നിൽക്കുന്ന അവസ്ഥ വരും. അത് ജോലിയിലായാലും മറ്റ് പ്രധാനപ്പെട്ട വിഷയത്തിലായാലും വീട് മാറി താമസിക്കുക, അമ്മയുമായി പിണങ്ങി നിൽക്കുക, അഭിപ്രായ വ്യത്യാസങ്ങൾ വരിക, ഈ വാരത്ത് വരുന്ന നല്ല വിശേഷങ്ങളായ ഫലങ്ങളല്ല. അതിനാൽ ശ്രദ്ധിക്കുക. അനാവശ്യമായ മോടിയൊന്നും കാണിക്കാതെ ഓരോ കാര്യങ്ങളും പക്വതയോടുകൂടി ധനുരാശിക്കാർ അനുഷ്ഠിക്കുന്നത് വളരെ നല്ലത്. എല്ലാ പ്രിയപ്പെട്ട ധനുരാശിക്കാർക്കും നല്ല ശോഭനമായ ഒരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.